മോനെ तेरा बाप पकड़ा जी ആ നെട്ടൂരാനോ ഇരിക്കേ. വേണ്ട, നിന്ന് പറഞ്ഞിട്ട് പോകേണ്ട കാര്യമേ ഉള്ളൂ. ആഭ്യന്തരമന്ത്രി സേതുലക്ഷ്മിയുടെ ചെവി കടിച്ചു പറിച്ച് ആ വീട് കുളം തോണ്ടി അല്ലേടോ? നെട്ടൂരാൻ പറയുന്നത് മിണ്ടരുത്. താനല്ലേ ഡി കെ അവിടെ കൊണ്ടുവിട്ടത്? തന്നെ വിശ്വസിച്ചല്ലേ ഡി കെ തന്നെയും കൂട്ടി ആ വീട്ടിൽ പോയത്? ഇങ്ങനെ ഒരു വൃത്തികെട്ട ബന്ധമായിരുന്നു അവിടെ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടൂല നെട്ടൂരാനെ. ഞാൻ ഇപ്പോഴല്ല അറിയുന്നത്. തനിക്ക് എന്തോ അറിയാവുന്ന ഒരു കുന്തം തനിക്ക് അറിഞ്ഞൂടാ. സഖാവ് കണ്ണ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടിയപ്പം ഒരുപാട് നാറി മുതലാളിമാര് പാർട്ടി ഓഫീസിൽ കയറി ഇറങ്ങി സഹാക്കളി ചമയുന്നുണ്ട്. മന്ത്രി സേതുലക്ഷ്മിയുടെ വീട്ടിലെ അടുക്കള കമ്മിറ്റിയിലെ നിനക്കൊക്കെ സ്ഥാനമുള്ളൂ. പാതകത്തും പത്താം പുറത്ത് വരുന്ന പരദൂഷണം പറയുന്നതല്ല രാഷ്ട്രീയം. ഡി കെ എന്റെ സുഹൃത്താണ്. ഡി കെക്കെതിരായിട്ട് നീ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അറിയാമല്ലോ നിനക്കെന്നെ. പഴയ നെട്ടൂരാനാകാൻ എനിക്ക് അധിക സമയമൊന്നും വേണ്ട. നെട്ടൂരാനാണ് ഡി കെ ചീത്തയാക്കുന്നത് അല്ലടാ. നീ എന്നോട് കളിക്കല്ലേ. നിന്നെ ഞാൻ കളി പഠിപ്പിക്കുമേ കണ്ണം മുതലാളി. ആ നെട്ടൂരാനെ ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി നീ സംസാരിച്ചത് തെമ്മാടിത്തരമാണ്. തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്നവരോട് അങ്ങനെ സംസാരിക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. നിങ്ങൾ എന്നെ പെരുമാറ്റച്ചട്ടമൊന്നും പഠിപ്പിക്കണ്ട. പഠിപ്പിക്കുവഴി നിന്നെ ഞാൻ പഠിപ്പിക്കും. നീ ആരാന്നാ നിന്റെ വിചാരം? സഖാവിന്റെ ഒന്നാം ഭാര്യ, പാർട്ടി ഭരിക്കുന്ന ഈ നാട്ടിലെ ആഭ്യന്തരമന്ത്രി, ഹോം മിനിസ്റ്റർ. സേതു, പാർട്ടി സംസാരം പാർട്ടി ഓഫീസിലും മന്ത്രിയുടെ കെട്ടുകാഴ്ച സെക്രട്ടേറിയറ്റിലും വെച്ചിട്ട് എന്റെ ഈ വീട്ടിൽ നീ എന്നോട് സംസാരിക്കാവൂ. നിങ്ങളുടെ വീടോ? നമ്മൾ രണ്ടു മന്ത്രിമാർക്കും താമസിക്കാൻ സർക്കാർ തന്ന വീട്. നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ടല്ല പാർട്ടി സേതുലക്ഷ്മിയെ ആഭ്യന്തരമന്ത്രിയാക്കിയത്. സഖാവേ, പ്രോട്ടോകോൾ അനുസരിച്ച് വ്യവസായ മന്ത്രി ഡി കെക്കാൾ അധികാരവും സീനിയോറിറ്റിയും ഹോം മിനിസ്റ്റർ സേതുലക്ഷ്മിക്കാണ്. കുടുംബജീവിതത്തിന്റെ പ്രോട്ടോകോളിൽ ഭർത്താവിനാണ് ഈ സീനിയോറിറ്റി. എന്നോട് തർക്കുത്തരം പറഞ്ഞാൽ നീ ഏത് കോപ്പിലെ മന്ത്രിയായാലും ചവിട്ടി പുറത്താക്കും ഞാൻ. എന്നെ ചവിട്ടാൻ കാലുപൊക്കി ഇനിയും നിങ്ങൾ താഴണമെന്നില്ല. എന്റെ പട്ടി പോലും ഇനിയും നിങ്ങളോടൊപ്പം ഈ വീട്ടിൽ കഴിയില്ല. പോലീസ് മന്ത്രി, നീ പോയാ എനിക്ക് പുല്ല. നെട്ടൂർ എന്റർപ്രൈസസ് പ്രൊപ്പറേറ്റർ നെട്ടൂർ ആൻഡ് റെസിഡൻസ് സ്പീക്കിംഗ്. പാതിരായ്ക്ക് ഏത് തമ്പി? വേലിത്തമ്പിയാണോ? സ്ഥലക്കുളത്തുനിന്നാണോ? ഇടിച്ച് നിന്റെ മുതുകാൻ കുളമാക്കും. നിനക്ക് നിന്റെ യജമാനും രാത്രി ഉറക്കമില്ലയോടെ? എന്താ അത്യാവശ്യമാണെങ്കിലും രാവിലെ. എന്താ തമ്പി? എന്റെ സഖാവേ, ഇവിടെ ആകെ പ്രശ്നമാ. മിനിസ്റ്റർ സേതു പിണങ്ങി ഇറങ്ങി പോയി ഗസ്റ്റ് ഹൗസിൽ താമസമാക്കി. എന്താ കാര്യം? കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. ഇവിടെ വലിയ ബഹളമായിരുന്നു. താൻ ഡി കെക്ക് ഫോൺ കൊടുത്തേ? ആ, എന്നാ ഉറങ്ങട്ടെ. ഞാൻ കാലത്തങ്ങെത്താം. താനിതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കണ്ട. ആ, മന്ത്രിയായിട്ടാണെങ്കിലും ഭാര്യയായിട്ടാണെങ്കിലും ന്യായം എന്റെ ഭാഗത്താണ് പോറ്റി സാർ. നിങ്ങൾ വെറും ഭാര്യാഭർത്താക്കന്മാരല്ല, ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഈ രാജ്യത്ത് ഉത്തരവാദപ്പെട്ട രണ്ട് മന്ത്രിമാരാണ്. നിങ്ങൾ പിണങ്ങി മാറിയതിന്റെ കാരണം നാട്ടുകാരറിയില്ലേ? പടച്ചുണ്ടാക്കിയ കെട്ടുകഥകളുമായിട്ട് പത്രക്കാരും പ്രതിപക്ഷവും നമ്മുടെ പാർട്ടിയെ ആക്രമിക്കില്ലേ? അതിനൊരവസരം നിങ്ങളായിട്ടുണ്ടാക്കരുത്. സേതു മടങ്ങിപ്പോകണം. ഇല്ല പോറ്റി സാർ, ഞാൻ വേണമെങ്കിൽ ഇപ്പോഴെന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കാം. എന്തായാലും ആ വീട്ടിലേക്ക് ഇനി ഞാൻ മടങ്ങിപ്പോവില്ല. എടോ, വഴക്കിട്ടാണെങ്കിലും ഒരു വീട്ടിൽ ഈ ജീവിതകാലം മുഴുവൻ കഴിയേണ്ടവരാ താനും സേതു അല്ലേ? തെറ്റ് തന്റെ ഭാഗത്താ. താൻ കുറെ കൂടെ ക്ഷമ കാണിക്കണമായിരുന്നു. എടോ, താനും സേതുവുമായിട്ടല്ല വഴക്കുണ്ടായിരിക്കുന്നത്, രണ്ട് മന്ത്രിമാർ തമ്മിലാ.
ഭാര്യ ആഭ്യന്തരമന്ത്രി ഗസ്റ്റ് ഹൗസിൽ പൊറുതി തുടങ്ങി. മന്ത്രിമന്ദിരത്തിൽ ഭർത്താവ് വ്യവസായ മന്ത്രി വീർപ്പിച്ച് കെട്ടിയ ഈഗോയുമായിട്ട് കുത്തിയിരിക്കുന്നു. താനാ ഫോൺ എടുത്ത് ഗസ്റ്റ് ഹൗസിലോട്ട് വിളിച്ച് സേതുവിനോട് ഇങ്ങോട്ട് വരാൻ പറ. എന്തിനാ? ഞാൻ പറഞ്ഞിട്ടാണ് അവളോട് ഇറങ്ങിപ്പോയത്. ഡി കെ, ഈ മന്ത്രിമന്ദിരവും ആ ഗസ്റ്റ് ഹൗസും ഒക്കെ വെറും സത്രങ്ങളാ. നിങ്ങളുടെ ജീവിതം സത്രങ്ങളിൽ കളിച്ച് കളയാനുള്ളതല്ല. എടോ, ഞാനും വരാം. നമുക്ക് പോയി സേതുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. നടക്കത്തില്ലടോ. തനിക്കറിയാൻ മേലാഞ്ഞിട്ടാ. ഒരു സ്ത്രീയാണെന്നും എന്റെ ഭാര്യയാണെന്നുള്ള ബോധം അവൾക്കില്ലാതായിരിക്കുന്നു. ധിക്കരിച്ചിറങ്ങിപ്പോയതല്ലേ, സ്വന്തം മനസ്സാലെ തിരിച്ചു വരട്ടെ. ഞാൻ പോയി വിളിക്കുന്ന പ്രശ്നമേ ഇല്ല, ഉറപ്പാ. ഇന്നത്തെ പത്രം മന്ത്രി ദമ്പതികൾ പിണങ്ങി പിരിഞ്ഞു. ഇന്നത്തെ പത്രം മന്ത്രി ദമ്പതികൾ പിണങ്ങി പിരിഞ്ഞു. പ്രശ്നം ആഭ്യന്തരമാണ്, ഒറ്റയ്ക്ക് തന്നെ കൈകാര്യം ചെയ്യണം. മന്ത്രി ദമ്പതികൾ പിണങ്ങി പിരിഞ്ഞു. ഇംഗിലാബ് ഒരു വീട്ടിലും സിന്ദാബാദ് മറ്റൊരു വീട്ടിലും. ദാ നാറി. താനല്ല, തലസ്ഥാനം ഒട്ടാകെ നാറിയെന്ന്. യെസ്, ആര്? അന്നമ്മയോ? ഓ, നെട്ടൂരന്റെ വൈഫ്. വരാൻ പറയൂ. നമസ്കാരം. മാഡം, ഇന്ന് മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തിന് ഒരു ഫർലോങ്ങിനപ്പുറം പ്രതിപക്ഷത്തിന്റെ മീറ്റിംഗ് ഉണ്ട്. അതിനെന്താ? മാഡം, മീറ്റിംഗിന് പോകുന്നതിനോട്. എന്താ മീറ്റിംഗിന് പോയാൽ? ഞാൻ IPS കാരിയല്ല. ജനങ്ങളെ ഒരുപാട് കണ്ടിട്ടാ ഞാൻ മന്ത്രിയായിട്ട് ഇങ്ങോട്ട് വന്നത്. എന്തൊക്കെയാ അന്നമ്മേ? ഇയാളങ്ങ് വലുതായല്ലോ. പിന്നെ എന്താ വന്നത്? ഞാൻ വന്നത് സേതു, നമ്മളൊക്കെ പെണ്ണുങ്ങളാണ്. പിണങ്ങി മാറിക്കഴിയാൻ എളുപ്പമാണ്. ഓരോ ദിവസം കഴിയുന്തോറും അകൽച്ച കൂടത്തേ ഉള്ളൂ. പ്രശ്നം എന്തൊക്കെയായാലും ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിഞ്ഞ് നിങ്ങളിതിന് പരിഹാരം കാണണം. ഇത് പറയാനാ ഞാൻ വന്നത്. നമുക്ക് സംസാരിക്കാൻ വേറെ എത്രയോ കാര്യങ്ങളുണ്ട് അന്നമ്മേ. ഞാൻ സേതുവിനെ കാണാൻ വന്നത് ഈ ഒരു കാര്യം മാത്രം സംസാരിക്കാനാ. അന്നമ്മേ, മേടയിൽ മട്ടുപ്പാവിലെ ശാസനയിൽ വളർന്നതല്ല സേതുലക്ഷ്മി. ഈ ഭാരത സ്ത്രീയുടെ പഴഞ്ചൻ ഭാവശുദ്ധി വേഷത്തോട് എനിക്ക് പുച്ഛമാണ്. ഭർത്താവ് തെറ്റ് ചെയ്താൽ ഭാര്യ എതിർക്കും. തെറ്റ് തിരുത്താൻ ഭർത്താവിന് ഭാവമില്ലെങ്കിൽ പിണങ്ങി പിരിയും. കെട്ടുതാലി കുരുക്കിൽ ശ്വാസം മുട്ടി ചാവാൻ സേതുലക്ഷ്മിയെ കിട്ടില്ല. എപ്പോഴാ മീറ്റിംഗ്? ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാം. 10 മിനിറ്റ് കഴിഞ്ഞ് പോയാ മതിയെന്ന്. ഞാൻ ഇറങ്ങട്ടെ സേതു? വരട്ടാനമ്മേ. മോനെയും കൊണ്ട് ഇവിടെ ആദ്യമായിട്ടല്ലേ വരുന്നത്? അവന് കുറച്ച് ചോക്ലേറ്റ് എങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ? ഇപ്പൊ വേണ്ട സേതു. നിങ്ങളൊക്കെ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന വിപ്ലവം മാറ്റിവെച്ചിട്ട് ഇവന്റെ അപ്പൻ ഒരുപാട് ചോക്ലേറ്റ് ഇവന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. കുഞ്ഞല്ലേ, മധുരം അധികം തിന്നണ്ട ഇപ്പോഴേ. പൊയ്ക്കോട്ടെ. വാ.